ഹലോ ഗായ്സ്, അസ്സലാം വലൈക്കും. അപ്പോൾ നമ്മൾ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഒന്ന് നമ്മുടെ ലക്കി പേഴ്സണിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവളാണ് നമ്മുടെ മെയിൻ ഹീറോ. ആൾക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഇത് പകലാണോ രാത്രിയാണോ തിരിച്ചറിയില്ല തോന്നുന്നുണ്ട്. സത്യം പറയാലോ, വർഷങ്ങളോളം പ്ലാൻ ചെയ്ത് ഈ ഒരു ട്രിപ്പ് നടന്നപ്പോൾ ഒരു യുദ്ധം ജയിച്ചൊരു ഫീൽ ആയിരുന്നു കേട്ടോ എനിക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഈ ട്രിപ്പിന്റെ മെയിൻ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ പ്ലാനിങ്ങിൽ തന്നെ ഞാനായിരുന്നു ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ഏകദേശം ഒരു 40 പേര് നമ്മൾ ഈ ഒരു ട്രിപ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് 23 പേരായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മിണ്ടല്ലേ കേട്ടോ. അങ്ങനെ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞങ്ങാണ്ട് നമ്മൾ പാട്ട് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഫുൾ വൈബായിരുന്നു കേട്ടോ. എല്ലാവരും വലിയൊരു ചെറിയൊരു എന്നുള്ള വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ഒരേപോലെയായിരുന്നു. ഞങ്ങളെ വാപ്പാരൊക്കെ ഞങ്ങൾ തന്ത വൈബ് പറഞ്ഞാണ്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഓരൊക്കെ ശരിക്കും വൈബ് തന്താരായിരുന്നു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഓരോ ലോകത്തേക്ക് എത്താൻ കഴിയുന്നില്ല എനർജിയിൽ. കാരണം അത്രയ്ക്ക് ഫുൾ പവറായിരുന്നു. ഈ ഒരു ട്രിപ്പ് നടക്കാനുള്ള മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ അല്ലെങ്കിലും ഞങ്ങൾ പോകും എന്നുള്ള മുദ്രാവാക്യമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങടുത്ത് തമിഴിൽ പറഞ്ഞത് അതായിരുന്നു, ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. എന്നാൽ എന്തായാലും നമ്മുടെ ട്രിപ്പ് നടക്കും. അവസാന നിമിഷം എല്ലാവരും ഉണ്ടാവും ചെയ്യും കേട്ടോ. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ ട്രിപ്പ്. തുടക്കത്തിൽ 40 പേര് ഉദ്ദേശിച്ചിരുന്ന ട്രിപ്പ് അവസാനം വന്ന് നിന്നത് 23 ആളുകളിലായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഇങ്ങനെ ട്രിപ്പ് വേണമെന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത്, നമുക്ക് പറ്റുന്നവർ വെച്ച് പോകാം. എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പറ്റുന്നവരെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ആ ഒരു തീരുമാനത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ നമ്മുടെ അവസാനം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. 40 പേര് നമ്മൾ ഉദ്ദേശിച്ചത് കുട്ടികളെയും കൂട്ടിയിട്ടായിരുന്നു കേട്ടോ. ആ 40 പേര് നമ്മൾ ട്രിപ്പിലുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർക്ക് മാത്രമാട്ടോ വരാൻ പറ്റാതിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അത്രയും ദൂരം ഒരു യാത്ര ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞ് എൻ്റെ വാപ്പടക്കതിലുണ്ടായിരുന്നു. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തെങ്ങാണ്ട് അവസാനിക്കുന്നവരെ ആള് ഫുൾ എനർജി ആയിരുന്നു കേട്ടോ. വാപ്പ മാത്രമല്ല എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഫുൾ പവറിൽ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മുടെ ബസ് യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേ കലാകാരന്മാരെയും കലാകാരികളെയും നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രിപ്പിൽ, ഇങ്ങനത്തെ ഒരു യാത്രയിൽ പുറത്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്ത് കൊണ്ടുവന്ന കുറേ പേര് ഈ ട്രിപ്പിലുണ്ടായിരുന്നു കേട്ടോ. പാട്ടിൽ എൻ്റെ വാപ്പ പുലിയാണെങ്കിൽ ഡാൻസിൽ എൻ്റെ വാപ്പ പുപ്പുലിയാന്നുള്ള തെളിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പിൽ. അങ്ങനെ റീൽസും ഡാൻസും പാട്ടും ആയിട്ട് ഞങ്ങൾ വയനാട് എത്തിയത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് കേട്ടോ പുറലോകം കാണുന്നത്. പുറത്തേക്ക് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഗൂഗിൾ അമ്മച്ചി ചതിച്ചു ഗൈസ്, ഞങ്ങൾക്ക് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. ആ സങ്കട നിമിഷം ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മള് നീനുട്ടിന്റെ ഭാഗത്ത് നല്ലൊരു പാട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ അവസാനം നമ്മളെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗൂഗിൾ അമ്മച്ചിനൊക്കെ ഒഴിവാക്കി നമുക്ക് അറിയുന്ന വഴിയിലൂടെ പോവാന്ന് പറഞ്ഞങ്ങാണ്ട് അവസാനം ഞങ്ങൾ ഈ കൂടെയൊക്കെയോ എത്തി. പിന്നെ റിസോർട്ടിലത്തെ ആൾക്കാർ വന്നിട്ടാണ് കേട്ടോ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത്. അങ്ങനെ ഞങ്ങൾക്ക് പണി തന്ന ഗൂഗിൾ അമ്മച്ചിനോടൊക്കെ നല്ലോണം നന്ദി പറഞ്ഞങ്ങാണ്ട് എല്ലാവരും ബസ് ഇറങ്ങി ബാഗൊക്കെ എടുത്തുകൊണ്ട് മുകളിലോട്ട് പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ മെയിൻ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസോർട്ട് ഇതാണ്. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അതേമാതിരി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഷട്ടിൽ കളിക്കാനും അതേമാതിരി സ്റ്റേജ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ റിസോർട്ടിന് ചുറ്റും കാപ്പിത്തോട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ താഴത്തുനിന്ന് എല്ലാവരും പെട്ടിയാളൊക്കെ എടുത്തെങ്ങാണ്ട് മുകളിലോട്ട് പോകുന്നു. നമ്മൾ ഏകദേശം 1 മണിയായപ്പോഴേക്കും നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോരുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു പാർക്കിൽ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വിശപ്പിന്റെ വിളി എല്ലാവർക്കും എത്തിയതുകൊണ്ട് നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെയും നമ്മുടെ ചതിച്ചു കൈ. നമ്മൾ നെയ്ച്ചോറും കടയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ബിരിയാണിയാണ് കേട്ടോ കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. വളർച്ച മർദ്ദിച്ചിട്ടും ബുദ്ധി വളരാത്തൊരു കുഞ്ഞിനെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. രണ്ടും ഒരേ ഫ്രെയിമിൽ. ആളുടെ ഫേസിലെ എക്സ്പ്രഷൻ കണ്ടാൽ തോന്നില്ല ലെൻഡ് ലോറിയാണ് ഓടിക്കണെന്നുള്ളത്. ഈ കൂട്ടത്തിൽ ഒരാൾ മിസ്സിംഗ് ആണല്ലോ. കുഞ്ഞിപ്പാക്കൂനെ കാണാനല്ല. ആളെവിടെ പോയി എന്നാവും. ആള് ഇതേമാതിരി വേറെ വല്ല വണ്ടിയും കണ്ടുപിടിച്ചിട്ടുണ്ടാകും. പാത്തൊരു ഹായ് കൊടുത്താ ഹായ് പറഞ്ഞേ. ഇത്രയും നേരം നമ്മൾ പുറത്തുള്ള കാര്യങ്ങളല്ലേ കണ്ടത്. ഇനി നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഇതാണ് നമ്മളെ റിസോർട്ടിന്റെ ഉള്ളിലുള്ള വശാട്ടോ. നമുക്ക് മുകളിലാണ് നമ്മുടെ റൂംസുകൾ വന്നിട്ടുള്ളത്. ഇത് താഴെ ഉള്ളതാണ്. താഴെ അതേമാതിരി കുറച്ച് ടീംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓരോ വർക്കും കാണാനായിട്ട്. പിന്നെ ഈ ഒരു റിസോർട്ട് റൺ ചെയ്ത് കൊണ്ടുവന്നത് ഒരു ഫാമിലി തന്നെയാണ്. അത് എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ടാട്ടോ തോന്നിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഓരോരുത്തർ കണക്ട് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു 5 റൂമായിരുന്നു കേട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്ന് അത്യാവശ്യം വലിയ റൂമും 3 പിന്നെ സിംഗിളും ബാക്കി ഒന്ന് നോർമലി ഒരു 6-7 പേർക്ക് കിടക്കാൻ പറ്റിയതായിരുന്നു കേട്ടോ. ഇനി നമ്മൾ മെയിൻ സ്പോട്ടിലോട്ട് പോവാണ്. ആലായാൽ തറ വേണം എന്ന് പറഞ്ഞ മാതിരി റിസോർട്ടായാലും പൂളും വേണമല്ലോ അല്ലെ. അപ്പൊ നമുക്കൊരു പൂളൊക്കെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 24 hours ആയിരുന്നു നമുക്ക് പൂൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പൂളിലോട്ട് പോയി കുറേ നേരം അവിടെ എൻജോയ് ചെയ്തു കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു വെള്ളത്തിന്. വീടിന്റെ തൊട്ടടുത്ത് പുഴ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആദ്യമായിട്ട് വെള്ളം കണ്ടവരെ മാറി ഉണ്ടായിരുന്നു എല്ലാവരും എക്സ്പ്രഷൻ.
വീണ്ടും കയറുന്നു, വീണ്ടും ചാടുന്നു, വീണ്ടും കയറുന്നു, വീണ്ടും ചാടുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒക്കെ തണുത്തപ്പോൾ ഓരോരുത്തരായിട്ട് കയറി പോന്നു. പിന്നെ അവിടെ ക്യാരംസ് ഒക്കെ ഉണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോക്കെ കണ്ടാൽ തോന്നും ഇതിലൊരു PhD എടുത്തു പോകുന്നു, എവിടെ വെറും ഷോയാണ്. ഇനി അടുത്തതാണ് നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ ഒരു റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഫാമിലിയോട് കൂടിങ്ങാണ്ട് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകണമെന്ന് പറഞ്ഞതിന്റെ രണ്ടാമത്തെ റീസൺ ഇതാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് സംസാരിക്കാനുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ. വർക്ക് പ്രഷറും സ്ട്രെസ്സും ഒക്കെ മറക്കാൻ പറ്റിയൊരു ടൈമാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ ദിവസങ്ങൾ. അങ്ങനെ അതാ രാത്രി ആയിട്ടുണ്ട്. ഡാൻസിനുള്ളതൊക്കെ കുട്ടികളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. സ്പീക്കറിലോട്ട് നമ്മുടെ മ്യൂസിക്കൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ട്രിപ്പിനില്ല, എനിക്ക് ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ മെയിൻ ആളാണ് കേട്ടോ. അതിപ്പോ ട്രിപ്പിന്റെ മുന്നിൽ മൂപ്പരാണ്. അങ്ങനെ അതാ ഞങ്ങൾ അടുത്ത പ്ലാനിനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് കുറെ മത്സരങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ലേ, ഏതൊക്കെ ടൈം കിട്ടുമെന്ന് അറിയില്ല, എന്നാലും ടൈം കിട്ടുന്നിടത്തോളം നമുക്ക് മത്സരങ്ങളൊക്കെ നടത്താന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കസേരക്കളിമെന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം സബ് ജൂനിയർ ആയിരുന്നു കേട്ടോ, പിന്നെ ജൂനിയർ, പിന്നെ സബ് സീനിയർ, പിന്നെ സീനിയർ, അങ്ങനെയായിരുന്നു കേട്ടോ. അതിന്റെ അടിയിൽ ചെറുതായിട്ട് കസേരക്ക് പണിയിട്ടിയപ്പോ പിന്നെ ഞങ്ങൾ അത് നിർത്തിയിട്ട് ഞങ്ങൾ നേരെ മ്യൂസിക് ബാളിലോട്ട് തിരിഞ്ഞു കേട്ടോ. മ്യൂസിക് ബാളിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാൻ വാക്കുകളില്ല എന്ന് പറയട്ടോ. കാരണം കുറെ തല്ലും പിടിയും വെക്കാണോ അതിന്റെ അടിയിൽ കളിയോ ഒക്കെ പാടെ അയച്ച് നല്ല രസമായിരുന്നു. അങ്ങനെ അതാ കൃത്യം 8 മണിക്ക് ഞങ്ങൾക്ക് ക്യാമ്പ് ഫയർ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ചുറ്റുമായിട്ടോ എല്ലാവരും അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് പ്രോബ്ലം വരും എന്ന് പറഞ്ഞാണ്ട് അടുപ്പ് കത്തിക്കാതെ എല്ലാ ഐറ്റംസും ഗ്യാസിലോട്ട് മാറ്റിയ ഞാനാണ് കേട്ടോ. അപ്പോൾ ആ അടുപ്പിന്റെ അടുത്ത് പോയി അല്ല തീന്റെ അടുത്ത് പോയിരുന്ന ഡാൻസ് കളിക്കണത്. ഇതെങ്ങാനും മദറിലോ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ മുതൽ ഞാൻ ഫുൾ ഐറ്റംസും അടുപ്പത്തേക്ക് മാറ്റേണ്ടി. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഓപ്പനിങ് ഡാൻസ് ഒക്കെ ആയിട്ടാണ്ട് നമ്മുടെ ക്യാമ്പ് ഫയർ അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ ക്യാമ്പ് ഫയറിന് ശേഷം നമ്മൾ നൈറ്റത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് നമ്മൾ ചപ്പാത്തിയും പൊറാട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കറി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിക്കായിരുന്നു കേട്ടോ. പക്ഷെ ടൈം കുറച്ച് വൈകിയതുകൊണ്ട് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നൈറ്റിൽ ഇനി സ്വിമ്മിംഗ് പൂളിലോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിനൊക്കെ. അപ്പൊ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് മാത്രമാണ് കേട്ടോ സ്വിമ്മിംഗ് പൂളിലോട്ട് പോയത്. ബാക്കിയുള്ളവരൊക്കെ റൂമിൽ തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ കൂടുതൽ ആൾക്കാരുണ്ടായതുകൊണ്ട് നമുക്ക് ബെഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഒരു നമുക്ക് ബെഡും പില്ലോസും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു താഴത്ത് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ ക്ലൂ സ്പോട്ടിനെ ഇവിടെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ട്രിപ്പിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. താങ്ക്